എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2026 ഓഗസ്റ്റ് മാസത്തിലെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിച്ചു. 200 രൂപയുടെ ശരാശരി വില കുറവാണ് വാണിജ്യ സിലിണ്ടറിന് വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസവും വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ കുറവ് വരുത്തിയിരുന്നു. സമയം വീടുകളിൽ ഉപയോഗിക്കുന്ന 14.200 തൂക്കം വരുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, KYCയുടെ കാര്യം പറഞ്ഞിരുന്നു. 31-ാം തീയതിക്ക് മുമ്പ് KYC ചെയ്യാത്തവർക്ക് സബ്സിഡി അതുപോലെ തന്നെ ഗ്യാസ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് വിവിധ ഗ്യാസ് ഏജൻസികൾ നൽകിയിരുന്നു. ജൂലൈ 31 കഴിഞ്ഞു എങ്കിലും അതൊന്നും അവസാനിച്ചിട്ടില്ല. എല്ലാ ആളുകളും ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ ഏജൻസിയിൽ എത്തിയിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലെത്തിയോ സ്വന്തമായി മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ KYC ചെയ്യേണ്ടതാണ്. ഇല്ല എങ്കിൽ ഗ്യാസ് മുടങ്ങുകയോ ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർക്ക് സബ്സിഡി മുടങ്ങുകയോ ചെയ്യും. ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാ വർഷവും ചെയ്യണം. ബാക്കിയുള്ളവർക്ക് ഗ്യാസ് കമ്പനി ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം KYC പൂർത്തീകരിച്ചാൽ മതി. ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അവരാണ് KYC നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. അവർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ സ്ഥലത്ത് ഇല്ല എങ്കിലോ കാർഡിലെ മറ്റൊരു മുതിർന്ന അംഗത്തിന്റെ പേരിലേക്ക് ഇത് മാറ്റുകയും അവർ KYC പൂർത്തീകരിക്കുകയും മറ്റു മുതിർന്ന അംഗത്തിന്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റുകയും അവർ KYC പൂർത്തീകരിക്കുകയും വേണം. മറ്റ് ഗ്യാസ് അറിയിപ്പുകൾ നോക്കാം. ബുക്കിംഗ് ഇടവേള അതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കുറവ് വരുത്തുകയല്ല, കൂട്ടാനോ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ളത് തുടരാൻ സാധ്യതയുണ്ട്. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ് ബുക്കിംഗ് പരിധി ഉള്ളത്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ ഗ്യാസ് ഏജൻസികളുടെ സുരക്ഷാ പരിശോധന എന്ന പേരിലുള്ള പരിശോധന ഗ്യാസ് ഏജൻസികൾ ആരംഭിച്ചിട്ടുണ്ട്. ഭാരത് ഗ്യാസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇതിൽ പ്രത്യേകം ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടൊരു നോട്ടീസും അതുപോലെ തന്നെ നമ്മൾ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമുള്ള സർട്ടിഫിക്കറ്റും പിന്നെ നമ്മൾ അതിന് പരിശോധനക്കായി അടക്കുന്ന തുകയുടെ റെസീറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള പരിശോധന വെറും ദിവസങ്ങളിൽ ഉണ്ടാകും. ഭാരത് ഗ്യാസിന് 236 രൂപയാണ് ഈടാക്കുന്നത്. GST അടക്കമാണ്. 200 രൂപ പരിശോധനക്കും 13 രൂപ സ്റ്റേറ്റ് GSTയും 13 രൂപ സെൻട്രൽ GSTയുമാണ് ഈടാക്കുന്നത്. ഇനി ഏതെങ്കിലും സാമഗ്രികൾ അതായത് പൈപ്പോ റെഗുലേറ്ററോ മാറ്റണമെന്നുണ്ട് എങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് നൽകേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ PNG കണക്ഷൻ എടുത്തിട്ടുള്ളവർ അതായത് പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർ LPG കണക്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു. അത് ഇനിയും ചെയ്യാത്തവർ ശ്രദ്ധിക്കുക, പിഴ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം വീട്ടിൽ PNG കണക്ഷൻ എടുത്തിട്ടില്ല, നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിൽ അതായത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് പൈപ്പ് ലൈൻ ഗ്യാസ് കടന്നു പോകുന്നുണ്ട് എങ്കിൽ അതിലേക്ക് മാറണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.